അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നലെ പാടത്ത് വിത്തിട്ട് പോയിരുന്നു. അപ്പോൾ വിത്തൊക്കെ മുള വരാനുള്ളതിലാണ്. നമ്മൾ വിത്തിട്ട് പോയതിൻ്റെ പിന്നാലെ തന്നെ ഒരു നല്ല മഴ പെയ്തു രാത്രി. അത് നമുക്കൊരു ടെൻഷനാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിത്തൊന്നും മുളയ്ക്കില്ല. ഈ വിത്ത് മുഴുവൻ കേടുവന്ന് പോവും, മുള ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിത്ത് ഇതായി കഴിഞ്ഞാൽ മഴ വെള്ളം കെട്ടിക്കിടന്ന് വെള്ളത്തിൻ്റെ അടിയിൽ വിത്ത് കിടന്നാൽ പിന്നെ മുളയ്ക്കില്ല, ചീഞ്ഞു പോകല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മൾ പരമാവധി വെള്ളമൊക്കെ വറ്റിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളുടെ ഹീറോ മിസ്റ്റർ ബിജു ഒരു ചെറിയ തോട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാറ്റി ചെറിയൊരു വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന് പോകാനായിട്ട്. താഴത്തേക്ക് വെള്ളം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടത്തിൽ വെള്ളം നിൽക്കില്ലല്ലോ. വെള്ളത്തിൽ വെള്ളം നിൽക്കാണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബിജുവിൻ്റെ ആ തോട് വെട്ടണ പരിപാടി വെള്ളം പോകാനായിട്ട് ചെറിയുണ്ട്, അതിനുള്ള വെള്ളമുള്ളൂ. ഭാഗ്യത്തിന് അധികമൊന്നും വെള്ളമായിട്ടില്ല. കണ്ടങ്ങളൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് വെള്ളം അത്ര ബുദ്ധിമുട്ടാക്കിയിട്ടില്ല എനിക്ക് ഇതുവരെ. ഈ ഉള്ള വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാം വെള്ളം കെട്ടിക്കിടക്കണം. പല ഭാഗങ്ങളിലും വിത്ത് ചെറുതായിട്ട് മുളച്ച് വരുന്ന കാണാൻ പറ്റും. ഒരു കളർ വ്യത്യാസം കണ്ടില്ലേ നടുവിൽ ആ ഏരിയ. അങ്ങനെ കിടക്കുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇനി മഴ പെയ്യാണ്ടിരുന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കൊല്ലം നമുക്കിതുപോലെ ഞാറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ന്യൂനമർദ്ദം വന്നതാണ്. അതോടുകൂടി കിട്ടാനുള്ള വെള്ളമൊക്കെ പോയി. കിട്ടാനുള്ള വിത്തൊക്കെ ചീഞ്ഞു പോയി. വെള്ളം വന്ന് എല്ലാം മുങ്ങി, എല്ലാവരെയും പോയി. ഞങ്ങൾ മാത്രമല്ല, ഈ കൃഷിക്കാർ കൃഷി ചെയ്യണു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എളുപ്പമാണ് കാണുമ്പോൾ. പക്ഷെ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രിയൊക്കെയാണ് ഇത് അറിയേണ്ടത്. കാരണം ഒരു പ്രാവശ്യം വിത്ത് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫ്രീ ആയിട്ട് വിത്തെങ്കിലും കൊടുത്ത് സഹായിക്കേണ്ടതാണ് ജനങ്ങളെ, കർഷകരെ. എപ്പോഴും നമുക്ക് ഈ വിത്തൊന്നും കാശ് കൊടുത്ത് മേടിക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ താഴത്തെ കണ്ടങ്ങളിലേക്ക് വെള്ളം തുറന്നു വിടുകയാണ്. ഇന്നലെയൊക്കെ നമ്മൾ വന്നപ്പോൾ ഈ കണ്ടൊക്കെ വറ്റി കിടക്കുകയായിരുന്നു. ഇതിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. ഒരു മഴയിൽ നമുക്ക് ഇത്രയും വെള്ളം നിറഞ്ഞു. അതിൽ അത്ര ഗംഭീര മഴയായിരുന്നു കേട്ടോ പെയ്തത്, പറയാണ്ട് പറ്റില്ലേ. ഇന്നലെ മഴ പെയ്തത് ബിജു കൈക്കോട്ടും പിടിച്ച ഒരു കാവൽക്കാരൻ്റെ പോലെ പാടം മുഴുവൻ നോക്കാൻ പോവുകയാണ്. ഇനി എവിടേക്കാണ് നമുക്ക് പണിയുള്ളത്, ഞാൻ എവിടേക്കാണ് കഴ കെട്ടാനുള്ളത് എന്ന് നോക്കി നടക്കുകയാണ് ബിജു. അവനിതാണ് ആലോചിക്കുന്നത്. കാരണം ഇനി ഒരു കാര്യം കൂടിയും ചെയ്യാനുണ്ട്. ഈ പാടത്തിൽ നിന്ന് പുറത്തേക്ക് എവിടേക്കെങ്കിലും കളകളുണ്ടെങ്കിൽ നമുക്ക് കെട്ടിവെക്കണം. കാരണം വെള്ളം നമുക്ക് എല്ലായിടത്തും വേണം. എല്ലാ കണ്ടത്തിലും വെള്ളം ഇപ്പം അത്യാവശ്യമാണ്. ഇനി വരമ്പ് കിടക്കണം, പ്രോസസ്സൊക്കെ കിടക്കണേ ഉള്ളൂ. അതിൽ നിന്ന് വെള്ളം കെട്ടിയിട്ട് വേണം നമുക്ക് വെള്ളം കെട്ടി പാടത്ത് തന്നെ നിർത്തുകയും വേണം. അപ്പോൾ പുറത്തേക്കുള്ള കഴയൊക്കെ അടച്ചിട്ടിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ പാടത്ത് തന്നെ വെള്ളം കെട്ടി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാ ബിജു ഇത് കേട്ടാലോ. കാരണം വെള്ളം മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് പണി നിറയ്ക്കണ്ടേ. ആയിക്കോട്ടെ. ഇതിപ്പോൾ നമ്മുടെ പാടങ്ങളാണ്. ഇന്നലെ വറ്റിക്കിടന്ന കണ്ടകൾ അതൊക്കെ ഒരു തുള്ളി വെള്ളം ഉണ്ടായില്ലേ. മോനൻ്റെ വിത്തിട്ട് കണ്ടതായിരുന്നു. ഒന്ന് താഴ്ത്തിയാന്നു. ഇവിടെ വിത്തിട്ട കണ്ടകൾ മുങ്ങി. പലരുടെയും താഴത്തൊക്കെ വിത്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ. നമുക്കിത്തിരി മുകളിലാണ് കണ്ടം, ഹൈറ്റ് കൂടുതലാണ്, വെള്ളം കെട്ടി നിൽക്കില്ല. അങ്ങനെയുള്ള കുറച്ച് ഉപകാരങ്ങൾ നമുക്ക് ഇത്തിരി കണ്ടത്തിൽ ഉയരത്തിലായതുകൊണ്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം വെള്ളം കയറി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളം മുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ കണ്ടത്തിൽ വെള്ളമാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കൂടി നമുക്ക് അതിൻ്റെ പാർട്ടായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഗുണം ഒരു ദോഷം. കൃഷിക്കാർക്ക് കിട്ടുന്ന സഹായം ഗവൺമെൻറ്റിൽ നിന്നുള്ളത് തീരെ അപര്യാപ്തമാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൃഷിക്കാർക്ക് 2-3 പ്രാവശ്യമൊക്കെ വിത്ത്, കഴിഞ്ഞ പ്രാവശ്യം ഈ പാടത്തുള്ള എല്ലാവരും തന്നെ 2ാമത് വിത്ത് മേടിക്കേണ്ടി വന്നിട്ടുണ്ട് ഏകദേശം.
ആ വിത്ത് രണ്ടാമത് മേടിക്കുന്ന വിത്തോ ഒത്തിരി വളമൊക്കെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൃഷി മെച്ചപ്പെടും ഇവിടെ. പക്ഷെ അതിനുള്ളൊരു സഹായമില്ല.